ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ കുറേയായി ലോങ് വീഡിയോസൊന്നും ചെയ്യാണ്ട് ഇന്നപ്പോൾ ഇന്ന് വിചാരിച്ചിരുന്നൊരു കുട്ടി ലോങ് വീഡിയോസ് ചെയ്യാമെന്ന്. നല്ല മഴയാണ്, പിന്നെ സ്കൂളൊക്കെ തുറന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിയായി. മക്കളൊക്കെ നല്ല ഉറക്കമാണ്. ഏട്ടൻ കുളിക്കാൻ പോയി. എനിക്ക് കുളിക്കണം, വിളക്കത്തിക്കണം. അപ്പം അതിൻ്റെ മുന്നേ വലിയൊന്ന് പുതപ്പിച്ച് കൊടുക്കട്ടെ. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് നല്ലോണം ഒന്ന് പുതപ്പിച്ചെടുത്തിട്ട് കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിങ്ങൾ അടുത്തൊക്കെ സ്ഥലത്തൊക്കെ മഴ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കുറേ എപ്പോഴും വീഡിയോസ് ചെയ്യാൻ, ലോങ് വീഡിയോസ് ചെയ്യാൻ ഒരു മടി പോലെയാണ്. എപ്പോഴും ഷോർട്ട് വീഡിയോസാണ് ചെയ്യാറ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിക്കാം കേട്ടോ. ഇപ്പം കുളിച്ചിപ്പം 6 മണീൻ്റെ മുന്നേ തന്നെ രാവിലെ ഞാൻ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഇനിയിപ്പം വിളക്ക് എടുത്ത് വെക്കട്ടെ. ഏട്ടന് പണിക്ക് പോകാൻ സമയമായി. ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ചെറുതായിട്ട് ചാർന്നുണ്ട്. നല്ലോണം പെയ്യുന്നതിന് വേഗം പോട്ടെ. കുറച്ച് നേരത്തെയാണ് ഇന്ന് പോകുന്നത്. വിളക്കൊക്കെ എത്തിച്ച് ഏട്ടൻ പോയി കഴിയുമ്പോൾ ഇതാ കാശിക്കുട്ടൻ്റെ കരച്ചിൽ. രാവിലെ എണീച്ചാൽ ആദ്യം തന്നെ അച്ഛനെ കാണാനായിട്ടുള്ള കരച്ചിലേക്ക്. അപ്പോൾ അങ്ങനെ തോളിലൊക്കെ ഇട്ട് കൊത്തൊക്കെ കിടത്തി ഉറക്കി. അതിപ്പം കുറച്ചുകൂടി കഴിയണം എണീക്കാൻ. നേരം വൈകിട്ടാണ് ഉറങ്ങുക. ആദ്യമൊക്കെ 2-3 മണിക്ക് കഴിഞ്ഞു. ഇപ്പം കുറച്ച് വലുതാകുന്നതിനനുസരിച്ചിട്ട് ഒരു 11:30 ആകുമ്പോൾ ഉറങ്ങും. അപ്പോൾ ഞാൻ പൊതിപ്പിച്ച് കൊടുത്തിട്ട് ഇനി ഞാൻ കുറച്ച് മേക്കപ്പ് ചെയ്യട്ടെ. മേക്കപ്പ് എന്നൊന്നുമില്ല, ഡെയിലി ചെയ്യുന്നത് ക്രീം തേക്കും, പൗഡർ ഇടും, പൊട്ടിടും, കണ്ണിക്കും, സിന്ദൂരം തൊടും, പിന്നെ ഏറ്റവും മെയിൻ ചന്ദനം തൊടും. ഇതാണ് നിർബന്ധമുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യട്ടെ. മീഹുട്ടി നല്ല ഉറക്കാണ്. മാമനി പണിക്ക് പോയിട്ടോ. ഇന്ന് സ്കൂളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കട്ടെയെന്ന് ഞാനും മീഹുട്ടി കാശിക്കുട്ടനല്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ബ്രേക്ക്ഫാസ്റ്റാണ് മീഹുട്ടി എണീച്ചിട്ട് ചോദിക്കാം, എന്നിട്ട് ഉണ്ടാക്കാം. അപ്പം എന്താ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ മീഹുട്ടി എണീച്ചപ്പോൾ അവൾക്ക് മാഗി മതി എന്ന് പറഞ്ഞ് അവൾ ബ്രഷൊക്കെ ചെയ്യണം. അപ്പോഴത്തേക്ക് ഞാൻ എന്താ മാഗി ഇവിടെ റെഡിയാക്കി. എനിക്ക് മാഗിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ മീഹുട്ടി സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ മാഗി ഉണ്ടാക്കുന്നത്. സാധാരണ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ അവൾക്ക് മാഗി ഉണ്ടാക്കി കൊടുത്ത് അവൾ ഇത് അവിടെ നിന്ന് കഴിക്കണം. അവളും ഞാനും മാഗീൻ്റെ ഒരു പ്രാന്തന്മാരാണ്. ഞങ്ങൾക്ക് ഏത് സമയം മാഗി കിട്ടിയാൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കും. എന്നൊന്നും കൊടുക്കില്ല, ആഴ്ച 2-3 ദിവസമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അവൾ മാഗി കഴിക്കുമ്പോഴത്തേക്ക് ഞാൻ അവളെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. സ്കൂളിൽ ചോറ് കിട്ടും, അതുകൊണ്ട് ഗവൺമെൻറ് സ്കൂളല്ലേ, നമ്മൾ ചോറ് കിട്ടും. അതുകൊണ്ട് ചോറ് കൊണ്ടുപോകേണ്ട പ്ലേറ്റാണ്. പിന്നെ ഒരു ചിക്കൻ പീസ്, പൊരിച്ച ചിക്കൻ്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പം അവൾക്ക് പച്ചക്കറി എന്നെ കൂട്ടി കഴിക്കാൻ ഒരു മടി. അതുകൊണ്ട് ഞാൻ ആ ചിക്കൻ പീസ് ചെറിയ ബോക്സിൽ ഇട്ട് കൊടുത്തു. പിന്നെ സ്നാക്സിന് നുറുക്കാട്ടോ കൊടുക്കുന്നത്. കാരണം ഹെവി ആയിട്ട് എന്തെങ്കിലും കൊടുത്താലും അവൾ പിന്നെ ചോറിനുമില്ല, മാഗി തിന്നതിനെ കൊണ്ട്. അതുകൊണ്ട് 2-3 പീസ് നുറുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ പാത്രം റെഡിയാക്കി. ഇത് ബാഗിൽ വെക്കട്ടെ. ബാഗിൽ പ്ലേറ്റ് വെക്കുമ്പോൾ ഞാനൊരു പോളിത്തീൻ കവറിനകത്താണ് പ്ലേറ്റ് വെക്കാറ്. കാരണം അവൾ കേൾക്കുമ്പോൾ പിന്നെ ബാഗിലിടുമ്പോൾ നനഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ മീഹുട്ടിൻ്റെ യൂണിഫോം ചെറുതായിട്ടൊന്ന് ടൈറ്റായിപ്പോയി. ഞാനത് നോക്കി ഞാൻ കഴിഞ്ഞെല്ലാം റെഡി ആയി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒറ്റ കൊല്ലോടി മതി സ്കർട്ട്. അടുത്ത കൊല്ലമായിട്ട് ചുരിദാറൊക്കെയാണ്. അതുകൊണ്ട് ഒരു കൊല്ലത്തേക്ക് എക്സ്ട്രാ വാങ്ങേണ്ടത് വെച്ചിട്ട് ഞാൻ നോക്കിയില്ല. അതിന് ഇട്ട് നോക്കുമ്പോൾ കുറച്ച് ടൈറ്റായി വന്നപ്പം ഇന്നൊരു കളർ ഡ്രസ്സ് ഇട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ. അപ്പം സ്കൂളിൽ കുറച്ച് പ്രൊജക്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ബാഗിൽ നല്ലോണം എടുത്തേക്കുന്നുണ്ട്. എടുക്കുമ്പോൾ കയറുമെന്നൊന്നും അറിയില്ല. അല്ല, അച്ഛനും മോളോടി നല്ലോണം സെറ്റാക്കി ഉണ്ടാക്കി വെച്ചാണ്. അപ്പം അങ്ങനെ ബാഗൊക്കെ റെഡിയായി. പിന്നെ ഇതാ പോകാൻ നേരത്ത് ചെറിയ മടിയുണ്ട്. സ്കൂൾ പോകാൻ കുറച്ച് മടിയായിട്ട്. 2 ദിവസമൊക്കെ നല്ല ഉഷാറായിരുന്നു. 3-ാമത്തെ ദിവസം കുറച്ച് ഡൗൺ ആവും, 4-ാമത്തെ ദിവസം അതിനെക്കാട്ടും ഡൗൺ ആവും. അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് സ്കൂളിൽ പോകണോ, ഇനി തിങ്കളാഴ്ച തൊട്ട് പോയാൽ പോരെ, അങ്ങനെ പറയും. പിന്നെ ഞങ്ങൾ ഓട്ടോ വരാൻ സമയം ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനും പോയി അവളുടെ അടുത്ത് ഇരുന്നു. പിന്നെ ഞങ്ങൾ സ്കൂളത്തെ കുറേ കാര്യങ്ങളൊക്കെ, ചില കാര്യങ്ങൾ പറയാൻ മറന്നു. അത് പിന്നെയാണ് ഓർമ്മ വരിക. അതൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം മഴ ചെറുതായിട്ട് ചാർന്നേ ഉള്ളൂ കേട്ടോ. ഒരു വലിയ മഴ പെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്നിപ്പോൾ ഇതാ ഓട്ടോ വന്നു. നമ്മൾ ചാർന്നതിനെ കൊണ്ട് ഞാൻ കൂടെയൊക്കെ ചൂടി. ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂളും, പെട്ടെന്ന് എത്തും. അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ ഗേറ്റിന് മുന്നേ തന്നെ അങ്ങ് ഓട്ടോ വരുന്നതിനെ കൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. പക്ഷേ കാശിക്കുട്ടന് ഭയങ്കര ഒരു ഇതാണ്. കാരണം 2 മാസം ആളെങ്കിലും വീട്ടിലുണ്ടാകും. ഇനിയിപ്പോൾ ഉറങ്ങി നീക്കുമ്പോൾ മീഹുട്ടിയും ഉണ്ടാവില്ല, അച്ഛനും ഉണ്ടാവില്ല, മാമിയും ഉണ്ടാവില്ല, ഞാനും അവനും മാത്രമേ ഉള്ളൂ. അന്നപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഞാൻ അവളെ വണ്ടിയിലേക്ക് കയറ്റിക്കൊടുത്തു കേട്ടോ. ഇനി എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം.
അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മാഗി ഉണ്ടാക്കട്ടെ. മാഗി ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കാശിക്കുട്ടൻ എണീച്ചു. പിന്നെ അവനൊരു ദോശ ഉണ്ടാക്കി കൊടുത്തു. അരിൻ്റെ ദോശ മാവ് ഫ്രിഡ്ജിലുണ്ട്. അതിന് വന്നപ്പോൾ അവന് മാഗി ചില സമയത്ത് മാത്രമേ കഴിക്കൂ. അപ്പോൾ ഞാനൊരു ദോശ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാനിത് വിങ്കേൻ്റെ കട്ടിങ്സ് ഓൺലൈനിൽ നിന്ന് വാങ്ങി. എനിക്ക് വിങ്ക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള പ്ലാന്റാണ്. എത്ര കിട്ടിയാലും മതിയല്ല. അപ്പം മഴക്കാലമായത് കൊണ്ട് കുറച്ച് സങ്കടമുള്ള സമയമാണ്. കാരണം പെട്ടെന്ന് തന്നെ വിങ്കിയൊക്കെ പോയി പോകുന്നുണ്ട്. എന്നാലും ഷെയ്ഡിലാണ് വെച്ചത്, എന്നാലും ചെറുതായിട്ടൊക്കെ കുറേ പോയി. പിന്നെ അതിൻ്റെ കട്ടിങ്സൊക്കെ ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം പിടിച്ചിട്ടു എന്നൊന്നും അറിയില്ല. എന്നപ്പോൾ ഞാൻ അങ്ങനെ കുറേ കട്ടിങ്സ് വാങ്ങിനും ഒരു 14 കട്ടിങ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പേപ്പർ ഗ്ലാസ്സിലാണ് ഞാൻ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള ഒരുക്കത്തില്ല കേട്ടോ. മഴ ചെറുതായിട്ട് ചാർന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൊലായിൽ വന്നിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാക്ക് സൈഡിലാണ് ചെയ്യാറപ്പം ചാർത്തതിനെ കൊണ്ട് ഇപ്പോൾ ബാക്കിലൊന്നും നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാശിക്കുട്ടൻ ദോശയൊക്കെ കഴിച്ചപ്പോൾ കൈ വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നാണ്. അതൊന്ന് ഞാൻ അവന് കൈയൊക്കെ കൈ കൊടുത്ത് ഉഷാറാക്കി അവിടുന്ന് കളിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ആ പേപ്പർ ഗ്ലാസ്സിലൊക്കെ ഹോളിട്ട് കൊടുക്കുക കേട്ടോ. ഹോളിട്ടാൽ പിന്നെ അതിൻ്റെ അത് മണ്ണ് നിറച്ചിട്ട് നമുക്ക് കുഴിച്ചിടാതെ വെച്ചു. എന്നിപ്പോൾ എൻ്റെ മാതിരി വിങ്ക ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ആരെടുത്തെങ്കിലും വിങ്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാം. ഇങ്ങനെ ഈ കുറേ കളക്ഷൻസ് ഉണ്ട് എൻ്റെ അടുത്തിപ്പോൾ. എന്നാലും എത്ര കിട്ടിയാലും മതിയാവില്ല, അതാണ്. ആദ്യം എനിക്ക് റോസിനോടാണ്, റോസും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം കൂടുതലും വിങ്കേൻ്റെ കളറ് കണ്ടാൽ പിന്നെ ഒരു ഇത് തന്നെയാണ്. പിന്നെ ഞാൻ കട്ടിങ്സൊക്കെ നമ്മളെ സാഫില്ലേ അതിൻ്റെ അകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മണ്ണിലിറക്കി ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കാശിക്കുട്ടൻ വന്ന് എന്താ സംഭവം എന്നൊക്കെ നോക്കുന്നുണ്ട്. എല്ലാത്തിലും ഞങ്ങൾ ഗ്ലാസ്സിൽ മണ്ണ് നിറച്ച് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണെന്ന് കാശിക്കുട്ടനോട് പറയുന്നുണ്ട്, തൊട്ട് പോകരുത്. അങ്ങനെ കുറേ അതൊക്കെ നോക്കി പിന്നെ അവൻ്റെ കളിക്കാൻ അങ്ങ് പോയി. അപ്പോൾ ഞാൻ എല്ലാത്തിനും സാഫിൽ മുക്കിയിട്ടാണ് നട്ട് കൊടുക്കുന്നത്. പിടിച്ചിട്ട് അത്രയ്ക്ക് നല്ല കളേഴ്സൊക്കെയാണ് കേട്ടോ അതുള്ളത്. വെറൈറ്റി കളേഴ്സാണ്, നമ്മൾ നഴ്സറിയിലൊന്നും കിട്ടാറില്ല. അപ്പം എന്നിട്ടും ഞാൻ ഒന്ന് ട്രൈ ചെയ്തൊക്കെയാണ്. മഴക്കാലത്ത് കിട്ടുമെന്ന് എനിക്ക് കൂടുതൽ വേനൽക്കാലത്താണ് കേട്ടോ കിട്ടാറ്. പിടിച്ചിട്ട് എല്ലാവരും ചൂട് സമയത്ത് പിടിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് കൂടുതലും ചൂട് സമയത്താണ് പിടിച്ചിട്ടാറ്. ഞാൻ ഇത്രയും കട്ടിങ്സൊക്കെ പിടിപ്പിച്ചത് ചൂട് സമയത്താണ്, നല്ലോണം പിടിച്ച് കിട്ടാറുമുണ്ട്. പിന്നെ വിത്തിനെക്കാട്ടും കൂടുതൽ എനിക്ക് കട്ടിങ്സാണ്, അതാണ് ഞാൻ കട്ടിങ്സ് വാങ്ങുന്നത്. അപ്പോൾ വിത്ത് അങ്ങനെ മുളച്ചിട്ടുകയാണെങ്കിൽ കുറച്ച് വലുതാകുമ്പോഴത്തേക്കും അതങ്ങ് പോകാറാണ് പതിവ്. അപ്പോൾ അതിന് എന്താണ് വഴി എന്നൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ഇതും സാഫിൽ മുക്കിയിട്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ട് മഴ ചോർന്നു. പിന്നെ ആ സാഫിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമാക്കിയിട്ട് എല്ലാത്തിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് പിടിച്ചിട്ടിയാൽ മതി. അത്രയ്ക്ക് അടിപൊളി കളേഴ്സാണ്. നല്ലോണം പിടിച്ചെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഞാനൊരു ഷെയ്ഡിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്നോട്ടെ, ഒന്ന് അടിപൊളിയായിട്ട് വേരൊക്കെ വരട്ടെ എന്ന് വിചാരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങളൊക്കെ കണ്ട് അതിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഞാനൊന്ന് നല്ലോണം ക്ലീനാക്കാണ്ട് ചോറും ചെറുപയർ കറിയും അമ്മി വെച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പണിയില്ല. ഇനി ചിക്കൻ ഇരിപ്പുണ്ട്, ഇനി അത് വെക്കണം. ഞാൻ ഈ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കാശിക്കുട്ടൻ 10 പ്രാവശ്യം വിളിക്കും കേട്ടോ. ചിലപ്പം ബാത്റൂമിൽ പോകാനായിരിക്കും, ചിലപ്പോൾ അപ്പിടാനായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും തിന്നാൻ വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും. എന്നാൽ 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണം. ഇങ്ങനെ പാത്രം കഴുകിക്കൊണ്ടേയിരിക്കുമ്പോണ്ട് ഏട്ടൻ വരുന്നത് നല്ല മഴയായിട്ട് പണിയെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഏട്ടൻ ഡ്രസ്സൊക്കെ മാറുമ്പോഴത്തേക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണം. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കാശിക്കുട്ടൻ്റെ കാര്യം ഞാൻ നോക്കുക വേണ്ട. കാശിക്കുട്ടൻ അച്ഛൻ്റെ ബാഗ് തന്നെ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെയാണ്. പിന്നെ ഏട്ടൻ വരുമ്പോൾ പഴംപൊരി ഉണ്ടോ, ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കി ഞാൻ പഴംപൊരി കഴിച്ചു. പിന്നെ ഏട്ടനും പഴംപൊരി കഴിച്ചില്ല, ഏട്ടൻ നുറുക്കൊക്കെയാണ് കഴിക്കുന്നത്. കാശിക്കുട്ടനും അതേമാതിരി കാട്ടിലേക്ക് തിന്നുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് വേണം അടിച്ചു തരാൻ. ഒരു പ്രാവശ്യം അടിച്ചു വാരിയതാണ് രാവിലെ. പക്ഷേ കാശിക്കുട്ടൻ അത് പിന്നെയും കൊളാക്കും. ഭക്ഷണം ഓരോന്ന് കഴിച്ചത് അവിടെ ഇവിടെ പേപ്പേഴ്സൊക്കെ ഇടും. അപ്പോൾ ഒരു ദിവസം 5-6 പ്രാവശ്യമെങ്കിലും അടിച്ചു വരണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പിന്നെ അതിന് വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എടുത്ത് പിന്നെ ഞാൻ വിചാരിച്ചു ഉരുളക്കിഴങ്ങ് കൂടി ഇടാം. ചിക്കൻ കുറച്ച് അതിനുള്ളത്. ഉരുളക്കിഴങ്ങ് ഇട്ട കാശിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ്. അങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ കൂടി അങ്ങ് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സമയത്ത് അച്ഛനും മോനോട് നല്ല കളിയിലാട്ടോ. പിന്നെ പുറത്ത് പോകണമെന്നും പറഞ്ഞിട്ട് വാശി പിടിക്കുന്നുണ്ട്. എന്നപ്പം അവനെ ഒന്ന് ഇറങ്ങാൻ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ആ ചിക്കൻ നല്ല തണുപ്പുള്ളതിനെ കൊണ്ട് തിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് തോല് പൊളിക്കുകയാണ്. ഉള്ളി തോല് പൊളിക്കുമ്പോഴത്തേക്ക്
കാശിക്കുട്ടാനും ഏട്ടനും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അവർ കുറച്ച് സഹായിച്ചു തരാമെന്ന് പറഞ്ഞു ഈ ഉള്ളിയൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഞാൻ മൊത്തം മുകളിലൊക്കെ ഒന്ന് അടിച്ചു തരട്ടെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛനും മോനും വന്നിട്ട് എനിക്കിത് ഹെൽപ്പ് ചെയ്താണ്. കാശിക്കുട്ടൻ വേറെ ഒരു ഹെൽപ്പല്ല കേട്ടോ ചെയ്യുന്നത്. ഉപ്പിൻ്റെ പാത്രമുണ്ട്, നമ്മൾ പിങ്ക് സോൾട്ടില്ലേ ആ പാത്രമുണ്ട്, അതിൻ്റെ അകത്ത് സ്പൂൺ ഇട്ടിട്ട് ഇളക്കലാണ്. ഉപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൊടുത്ത് അവിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയൊക്കെ ഏട്ടൻ മുറിച്ച് തരാമെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ മുറിച്ച് പച്ചക്കറിയൊക്കെ മുറിച്ച് അങ്ങനെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ട് സിമ്മിലിട്ട് വെച്ച് ഇനി തന്നെ അത് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്നത്തേക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നല്ല മസാലയൊക്കെ ഇട്ടൊക്കെ സെറ്റാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്ക് അവിടെ അടുക്കള പിന്നെ ഒന്ന് കോലം കെട്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് അടുക്കള ക്ലീനാക്കുന്നത്, പാത്രം കഴുകുന്നത്, അടുക്കള ക്ലീനാക്കുന്നത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പണിയാണ്. അങ്ങനെ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഇത് ചെറിയൊരു വരക്കരി മാതിരി കേട്ടോ. അടുപ്പും പിന്നെ ഗ്യാസെല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ്. എന്നാൽ അടുപ്പത്ത് ചോറൊക്കെ വെച്ചതിൻ്റെയൊക്കെ വൃത്തിയേടായി കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ക്ലീനാക്കി അടുക്കളയൊക്കെ നല്ല സ്റ്റിക്ക് ടോപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടിച്ചു വാരി തുടച്ചില്ല കേട്ടോ. അടുക്കള അടിച്ചു വാരി കഴിഞ്ഞ് പാത്രം ഓടി ചെയ്താൽ അടുക്കളയത്തെ പണി കഴിഞ്ഞ്. അപ്പം പെട്ടെന്ന് തന്നെ ബാക്കി പാത്രം ഓടി ഉണ്ടായിരുന്നു, ചിക്കനൊക്കെ ഉണ്ടാക്കിയത് അതുകൂടി കഴുകി വെച്ചിട്ട് സെറ്റാക്കാം. പിന്നെ ഇനി കാശിക്കുട്ടൻ കുളിപ്പിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഏട്ടൻ വന്നതിനെ കൊണ്ട് കാശിക്കുട്ടൻ്റെ കാര്യത്തിൽ അത്ര ടെൻഷനല്ല, അവനങ്ങ് ചെയ്തോളും. അവനങ്ങനല്ല, ഏട്ടൻ അങ്ങ് ചെയ്തോളും. അങ്ങനെ ഇതാ ഈ സൈഡിലൊക്കെ ഞാൻ ക്ലീനാക്കി. കുറച്ച് പാത്രം ഒഴിയുണ്ട്, അതുകൂടി ഒന്ന് ക്ലീനാക്കട്ടെ. പാത്രം ഇപ്പം ഞാൻ രാവിലെ എണീച്ചപ്പോൾ തൊട്ട് ഇത് 3ാമത്തെ പ്രാവശ്യമാണ് പാത്രങ്ങൾ കഴുകുന്നത്. ഒന്ന് എടുക്കാൻ പോയാൽ 10 പാത്രം ഉണ്ടാവും. ഇപ്പം ഞാൻ ക്ലീനാക്കി പോയി അടിച്ചു വരാൻ നോക്കുമ്പോൾ അതിൻ്റെ അച്ഛനും മോനും വന്നിട്ട് ചിക്കൻ്റെ ടേസ്റ്റൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ മുകളിലൊക്കെ അടിച്ച് വാരി അത് കഴിഞ്ഞ് താഴെ അടിച്ചിട്ടാണ്. ഇത്രയുണ്ട്, 2ാമത്തെ ട്രിപ്പാണ് ഇന്ന് അടിച്ചത്. മുകളിൽ പിന്നെ ഇപ്പം അടിച്ച് വാരിയിട്ടുള്ളൂ. പക്ഷേ താഴെ രാവിലെ ഒന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ അടിച്ച് വാരിയിട്ടാണ് കിടക്കുക. പിന്നെ രാവിലെ എണീച്ചിട്ട് ഒരു അടിച്ചാലുണ്ട്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അടിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും അടിപൊളി സീനാണ് കേട്ടോ അത്. അടിച്ച് വാരി കൊടുക്കുമ്പോൾ ഒരു മാഷാൻ വന്ന ഒരു ഉമ്മയൊക്കെ തന്നങ്ങ് പോയി, എന്താണെന്ന് അറിയില്ല. അത് കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.